ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ സാഖ്യയോഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 13-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു. 13-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഭഗവാൻ എന്താണ് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്? അതായത് നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിൽ കൗമാരവും യൗവനവും വാർദ്ധക്യവും എങ്ങനെ സംഭവിക്കുന്നുവോ അപ്രകാരം ദേഹാന്തരപ്രാപ്തി ഉണ്ടാകുന്നു. ധീരന്മാർ അതിലൊന്നും മോഹിക്കുന്നില്ല, അല്ലേ? അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറി മാറി വരുന്നത്, അതുപോലെ തന്നെ ദേഹാന്തരപ്രാപ്തിയും ഉണ്ടാകുന്നു. ഒരു ദേഹം വിട്ട് മറ്റൊരു ദേഹത്തിലേക്ക് ആത്മാവ് പോകുക തന്നെ ചെയ്യും. അതിലൊന്നും നമ്മൾ വിഷമിക്കാനോ പ്രയാസപ്പെടാനോ അമിതമായി സന്തോഷിക്കാനോ പാടില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ജനനമുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? മരണവും ഉണ്ടാകും. ആത്മാവ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അതിൽ അമിതമായി സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് 14-ാമത്തെ ശ്ലോകം, അതായത് സാഖ്യയോഗത്തിലെ 14-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ അനിത്യാസ്താം സ്ഥിതിക്ഷസ്വ ഭാരതഃ. മാത്രാ സ്പർശാസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും. തു എന്ന് വെച്ചാൽ തീർച്ചയായും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തീർച്ചയായും. കൗന്ദേയ കുന്തിപുത്രൻ അർജുനനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശീതോഷ്ണ സുഖ അതായത് തണുപ്പും ചൂടും. ദുഃഖദ സുഖം ദുഃഖം. ആഗമപായിനോ വരികയും പോവുകയും. അനിത്യ സ്ഥിരമല്ലാത്തത്. താം അവരെ തന്നെ. തിതിക്ഷസ്വ സഹിക്കുക. ഭാരത ഭാരത വംശജൻ. ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുകയാണ്, അല്ലയോ കുന്തിപുത്ര, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമാകട്ടെ ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയെ പ്രദാനം ചെയ്യുന്നവയും വന്നും പോയിരിക്കുന്നവയും അനിത്യങ്ങളുമാകുന്നു. അതുകൊണ്ട് അല്ലയോ അർജുന, അവയെ ധീരമായി സഹിക്കൂ. നമുക്ക് ഇന്ദ്രിയങ്ങൾ അറിയാം. എന്താണ് ഇന്ദ്രിയങ്ങൾ? പഞ്ചേന്ദ്രിയങ്ങൾ, അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ബാധിക്കുന്നവയാണ് വിഷയങ്ങൾ. ഇന്ദ്രിയങ്ങളെ ബാധിക്കുന്നവയാണ് വിഷയങ്ങൾ. സ്പർശിക്കുന്നവയാണ്. ഇന്ദ്രിയങ്ങളെ സ്പർശിക്കും, അതായത് നമ്മുടെ ശരീരത്തെ സ്പർശിക്കുന്നു. എന്തൊക്കെ? ചൂട്, തണുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തെ സ്പർശിച്ചാണ് പോകുന്നത്. ഇവിടെ മാത്രാ സ്പർശാസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രാ സ്പർശാസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ മാത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മാത്ര എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? ഒരളവാണ്. അതായത് ഈ ശബ്ദാദി വിഷയങ്ങളെ അളന്ന് തിട്ടപ്പെടുത്തുന്നവയായതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് മാത്രകൾ എന്ന് പേര് വന്നത്. അതായത് നമ്മൾ ഇന്ദ്രിയം കൊണ്ട്, അതായത് ഒരു ഇന്ദ്രിയമാണ് നമ്മുടെ കണ്ണ്. അപ്പോൾ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ചില കാഴ്ചകൾ, ഒരു ദൂരപരിധി, ഇത്ര ദൂരെയുള്ള ഒരു സാധനം ഞാൻ കണ്ടു. അപ്പോൾ ഏകദേശം ഒരളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തീക്ഷണമായ ഗന്ധം അല്ലെങ്കിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. വലിയ ശബ്ദമാണ് നമ്മൾ കേട്ടത്, അല്ലെങ്കിൽ വലിയ ചൂടാണ്, അല്ലെങ്കിൽ വളരെ ലഘുവായ ഒരു ചൂടാണ്, വലിയ തണുപ്പാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു അളവുകളുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നതേ നമുക്ക് കാണാൻ പറ്റൂ, കാണാൻ പറ്റാത്തത് നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങളെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നവയായതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് എന്തും പറഞ്ഞിരിക്കുന്നത്? മാത്രകളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇന്ദ്രിയങ്ങളാൽ സ്പർശിക്കപ്പെടുന്നവയായതുകൊണ്ടാണ് ഈ ശബ്ദാദി വിഷയങ്ങളെ സ്പർശനങ്ങളെന്നും പറഞ്ഞത്. കാരണം നമുക്ക്
കണ്ണുകൊണ്ട് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ കണ്ണിന് ഒരു സ്പർശനം ഉണ്ടാകുമ്പോഴാണ് ചില വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. കൈകൊണ്ട് ഒരു ചൂടുള്ള പ്രതലത്തിൽ തൊടുമ്പോഴാണ് നമുക്ക് ആ ചൂട് എന്ത് ചെയ്യുന്നത്, അനുഭവപ്പെടുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ ഒരു നല്ലപോലെ തിളച്ചിരിക്കുന്ന ഒരു പാത്രം, ആ പാത്രം കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് തിളച്ചിരിക്കുവാണെന്ന് അറിയാൻ പറ്റത്തില്ല. അതിലൊന്ന് തൊട്ട് നോക്കുമ്പോഴാണ് അതിന് എത്രത്തോളം ചൂടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അളവും നമുക്കറിയാൻ പറ്റും. തൊട്ട് നോക്കുമ്പോൾ അല്ലേ, ആ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളവ് നമുക്ക് അറിയാൻ പറ്റും. കാണുമ്പോഴും നമുക്ക് ഏകദേശം അളവുകളൊക്കെ അറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ശബ്ദാദി വിഷയങ്ങളെ അളന്ന് തിട്ടപ്പെടുത്തുന്നവയായതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് മാത്രകളെന്നും ഇന്ദ്രിയങ്ങളാൽ സ്പർശിക്കപ്പെടുന്നവയായതുകൊണ്ട് ശബ്ദാദി വിഷയങ്ങൾക്ക് സ്പർശനങ്ങളെന്നും പേരുണ്ടായി. ഇവ രണ്ടും വേണം. ഇവ രണ്ടും ഇല്ലെങ്കിൽ ഒന്നിനെന്തുണ്ടാവില്ല, നിലനിൽപ്പ് ഇല്ല. അതായത് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിങ്ങനെ മാറി മാറി ഇല്ലേ പല അവസ്ഥകളും വരുന്നു. ഈ പല അവസ്ഥകളും വന്നും പോയും കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് ചൂട് കാലമാണ്, കുറച്ച് കഴിയുമ്പം തണുപ്പ് കാലമാകും, മഞ്ഞുകാലമാകും, മഴക്കാലമാകും, പിന്നീട് ഇതെല്ലാം മാറി വീണ്ടും ചൂട് കാലത്തിലേക്ക് വരും. അപ്പോൾ ഇതുപോലെയാണ് എന്തുണ്ടാകുന്നത്, സുഖവും ദുഃഖങ്ങളുമെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് ചൂട് കാലത്ത് വലിയ ദുഃഖമായിരിക്കും, കാരണം അവർക്ക് ആ ഉഷ്ണം താങ്ങാൻ പറ്റില്ല. എന്നാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ മഴക്കാലം മാറി അവർക്ക് കുറച്ച് വെയിലും ചൂടുമൊക്കെ വന്നാൽ അവരുടെ കൃഷി എന്ത് ചെയ്യും, നന്നാവും. അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര വരൾച്ചയാണെങ്കിൽ അവരെന്താ ആലോചിക്കും, അല്പം മഴ കിട്ടിയിരുന്നെങ്കിലെന്ന് ആലോചിക്കും. അപ്പോൾ ചിലർക്ക് ദുഃഖവും, ചിലർക്ക് എന്നാൽ അതെന്തായിരിക്കും, ദുഃഖവും ആയിരിക്കും ചില അവസ്ഥകൾ. അതുപോലെ അതിങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കും എന്ന് കരുതി നമുക്ക് പറയാൻ പറ്റുമോ, മതി മഴ പെയ്തത് മതി എന്ന് പറയാൻ പറ്റുമോ, ഇനി വെയിൽ വരട്ടെ, അല്ലെങ്കിൽ വെയിൽ മതി ഇനി മഴ വരട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് പ്രകൃതി നിയമമാണ്. അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഇന്ദ്രിയ വിഷയങ്ങളും. അതും ഇതുപോലെ തന്നെ എന്ത് ചെയ്യും, വരുന്നതും പോകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അത് എന്തിൻ്റെ സ്വഭാവമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ്. അത് മാറ്റാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. എന്നാൽ അവ ബോധതലത്തിൽ നിന്നും നമുക്ക് അകറ്റാൻ പറ്റണം. അതാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ശീലിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ശീലിക്കേണ്ടത് ഇത് പ്രകൃതി സത്യമാണ്. ചൂടുകാലം വരുമ്പോൾ ചൂടുകാലത്തെ നമ്മൾ ശപിക്കും, മഴയൊന്ന് പെയ്യണമേ എന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. എന്നാൽ അടുപ്പിച്ച് 1-2 ആഴ്ച മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും, നശിച്ച മഴ, ഇതെങ്ങനെങ്കിലും ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയും. അതുപോലെയാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഇച്ഛിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇവയൊക്കെ നമ്മുടെ ബോധതലത്തിൽ നിന്നും ഇതുപോലുള്ള പ്രശ്നങ്ങൾ അകറ്റുകയാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്. ഇതൊന്നും ഒരു തരത്തിലും നമ്മളെ ബാധിക്കരുത്. ഇവയെല്ലാം എന്ത് ചെയ്യണം, നിർവികാരമായി നമ്മൾ സഹിച്ചുകൊള്ളുക. നമ്മൾ ഇതിനെയെല്ലാം നേരിടണം. കാരണം ഇതെല്ലാം ജീവിതത്തിലുള്ളതാണ്. പ്രകൃതിയിൽ എന്തുണ്ട്, ചൂടും മഴയും തണുപ്പും ഒക്കെ ഉള്ളതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലും സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം വന്നും പോയിരിക്കും. അതുകൊണ്ട് അതിനെയൊന്നും ഒരു വലിയ പ്രശ്നമായി കണക്കാക്കാതെ നിർവികാരമായി നമ്മൾ ഓരോരുത്തരും ഇത് പ്രപഞ്ച സത്യമാണെന്ന് മനസ്സിലാക്കി സഹിക്കുക എന്നതാണ് ഇവിടെ ഭഗവാൻ ആരോട് പറയുന്നത്, അർജുനനോട് പറയുന്നത്. ഇനി നമുക്ക് 15ാമത്തെ ശ്ലോകം നോക്കാം. യം ഹിന വ്യഥ യന്തേതേ പുരുഷം പുരുഷർഭഃ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. യം എന്ന് വെച്ചാൽ ആരെ, ഹി എന്നതിൻ്റെ അർത്ഥം തീർച്ചയായും, ന വ്യഥയന്ത്യേ ദുഃഖിപ്പിക്കുന്നില്ല, ഏതേ ഇപ്പറഞ്ഞത്, പുരുഷൻ പുരുഷർഭ മുഖ്യ പുരുഷൻ, സമ ദുഃഖ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖ ദുഃഖങ്ങൾ ഒരുപോലെ, ധീരൻ, സോ അവൻ, അമൃതത്വായ മോക്ഷത്തിന്, കൽപ്പത്തെ അനുയോജ്യമായ. അപ്പോൾ 15ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, ഹേ പുരുഷശ്രേഷ്ഠ. ആരാണ് പുരുഷശ്രേഷ്ഠൻ? അർജുനൻ. സുഖവും ദുഃഖവും
ഒരേ കണക്കിന് ഗണിക്കുന്ന ധീരനായ പുരുഷനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവൻ മോക്ഷത്തിന് അനുയോജ്യനായിത്തീരുന്നു. അപ്പോൾ എങ്ങനെയുള്ളവനാണ് മോക്ഷത്തിന് അനുയോജ്യനായി തീരുന്നത്? സുഖവും ദുഃഖവുമൊക്കെ ഒരുപോലെ എടുക്കുന്നവനെയാണ്. അതായത് ഈ വിരുദ്ധങ്ങളായ വിഷയാനുഭവങ്ങളെ, അതായത് സുഖദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവനും വിഷയങ്ങളിൽ നിന്നും ബുദ്ധിയെ പിന്തിരിപ്പിച്ചവനുമായ ഏതൊരു പുരുഷനാണോ അവൻ എന്തിന് യോഗ്യനാകുന്നു? മോക്ഷത്തിന് യോഗ്യനാകുന്നു. അതായത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒരു ഉദ്ദേശം, ഇപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടിയുടെ ഉദ്ദേശം എന്താണ്? അവർ നന്നായി പഠിച്ച് നല്ല മാർക്ക് കിട്ടുക. ഒരു കല്യാണം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം എന്താണ്? നല്ലൊരു വിവാഹം നടക്കുക. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലോ നല്ല പ്രമോഷൻ കിട്ടുക, വീട് വെക്കുക, കാറ് മേടിക്കുക, ഇങ്ങനെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തീരുന്നില്ല. അപ്പോൾ അവൻ എന്തുണ്ടാകും? ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കാര്യം വിചാരിക്കുന്നത് പോലെ കിട്ടുന്നില്ല, അപ്പോൾ എന്തുണ്ടാകും? ദുഃഖവും ഉണ്ടാകും. പക്ഷേ ഇതൊക്കെയാണ് നമ്മളുടെ പരമമായ ലക്ഷ്യമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ മനുഷ്യരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? പരമമായ മോക്ഷമായിരിക്കണം നമ്മൾ ലക്ഷ്യമിടേണ്ടതെന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. പക്ഷേ ഏതൊന്നും കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല? അമിതമായി ദുഃഖിക്കുകയോ കിട്ടിയതിനെ ഓർത്ത് അമിതമായി സന്തോഷിക്കുകയോ ചെയ്യരുത്. കാരണം ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെല്ലാം നാളെ മറ്റാരുടെയെങ്കിലും സ്വന്തമാകും. അത് വീണ്ടും മറ്റെവിടേക്കെങ്കിലും പോകും, അല്ലേ? അതുകൊണ്ട് സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെ, വെയിലും മഴയും ഒക്കെ മാറി മാറി വരുന്നത് പോലെ ഇതെല്ലാം എന്തുണ്ടാകും? ഒരു മാറ്റമുണ്ടാകും. ആത്മാവ് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. അതിനും എന്തുണ്ടാകും? ഈ ശരീരത്തിനും മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ സ്ഥിരമായി നിലനിൽക്കുന്നത് എന്തു മാത്രമാണ്? ആത്മാവ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താകണം? ആ പരമമായ മോക്ഷത്തിലേക്കായിരിക്കണം നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോൾ ഒന്നിനെപ്പറ്റി ഓർത്തും നമ്മൾ അമിതമായി ആശങ്കപ്പെടുകയോ സന്തോഷിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള മനുഷ്യന് മാത്രമാണ് എന്തുണ്ടാകുന്നത്? മോക്ഷമുണ്ടാകുന്നത്. അതായത് നമ്മൾ പറയില്ലേ, ആഗ്രഹങ്ങൾ തീരാതെ മരിച്ചാൽ എന്ത് സംഭവിക്കും? ആ ആത്മാവിന് ശാന്തി ഉണ്ടാകില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി ഓരോരോ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു മരണത്തിന് പോയപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയാണ് മരിച്ചത്. അപ്പോൾ ആ കുട്ടി ഇരുന്ന് കരയുകയാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു മഞ്ഞ പട്ടുസാരി വേണമെന്ന് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, എനിക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞിരുന്ന് കരയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. ഒരു മഞ്ഞ പട്ടുസാരി വേണമെന്നുള്ള തൻ്റെ ആഗ്രഹം സാധിക്കാതെയാണ് ആ സാധു സ്ത്രീ മരണപ്പെട്ടത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ അമ്മയ്ക്കൊരു മഞ്ഞ പട്ടുസാരി മേടിച്ചു വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ മൃതശരീരത്തിലേക്ക് ആ മകൾ ആ മഞ്ഞ പട്ടുസാരി വെച്ച് കരയുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും ആകരുത്. യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്തായിരിക്കണം? ആ പരമമായ മോക്ഷത്തിലേക്കുള്ള യാത്രയായിരിക്കണം. അതുമാത്രമായിരിക്കണം നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെക്കേണ്ടത്. അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷേ നമ്മുടെ എപ്പോഴും ലക്ഷ്യം എന്തായിരിക്കണം? ആ പരമപദത്തിൽ എത്തുക എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യരുത്? ഇതൊക്കെ വന്നു പോയിരിക്കും. ഇതിലൊന്നും അമിതമായ ആഗ്രഹങ്ങളോ സന്തോഷങ്ങളോ ദുഃഖങ്ങളോ ഒന്നും കാണരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, ഞായറാഴ്ച ദിവസം. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ മതിയോ നമ്മൾ ക്ലാസ് എടുക്കുന്നത്? എല്ലാവരും പറയണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ഇടുകയും ഒക്കെ വേണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിരന്തരം പ്രാർത്ഥിക്കുക, ജപിക്കുക. ഹരേ കൃഷ്ണ.